ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരല്പം മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ നല്ലൊരു സ്വീറ്റ് തയ്യാറാക്കണമെന്ന് തോന്നുമ്പോൾ ബ്രെഡും പാലും കൊണ്ട് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു കടായിലേക്ക് അരക്കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് ചൂടായി കിട്ടും. ദാ ഇപ്പോൾ നമ്മുടെ ഈ പാല് നല്ല രീതിക്ക് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ പാൽപ്പൊടിക്ക് പകരം നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാവുന്നതാണ്. എങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നതെങ്കിൽ നമുക്കിതിലേക്ക് പാൽപ്പൊടിയും പഞ്ചസാരയും ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ പിന്നെ വേണ്ടത് 1/2 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടിയാണ്. നമ്മുടെ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് വറുത്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മധുരം മതിയാവും, കൂടുതൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് കുറച്ച് തന്നെ വെച്ചിരുന്നാൽ മതിയാവും, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഈ മിക്സിലുള്ള കംപ്ലീറ്റ് പാലിൻ്റെ അംശം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അതായത് നല്ലതുപോലെ ഒന്ന് നമുക്കിങ്ങനെ ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഇതൊന്നും മാറിക്കിട്ടണം. 2-3 മിനിറ്റ് നമുക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഒരല്പസമയം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പാലെല്ലാം നന്നായിട്ടൊന്ന് വറ്റി ഈ ഒരു രീതിക്ക് ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് വീണ്ടും നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും അതേ കടായിലേക്ക് തന്നെ ഒരു 400 ml അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ പാല് നന്നായിട്ട് ഇന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പാലിലേക്ക് ചേർക്കാവുന്നതാണ്. കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കട്ടിയായി പോകും. അതുപോലെ നന്നായിട്ട് കൈയെടുക്കാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് കട്ടി നമുക്ക് വേണ്ട കേട്ടോ. ഈ ഒരു കട്ടി മാത്രം മതിയാവും. അതായത് കൂടുതൽ കോൺഫ്ലോർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായി പോകും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് ഈ കോൺഫ്ലോറിന് പകരം നമുക്ക് കസ്റ്റേർഡ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഒരു ഏലക്ക ഫ്ലേവറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ കുറച്ച് ഏലക്ക പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കസ്റ്റേർഡ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു വാനില ഫ്ലേവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരുപാട് സമയത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ചു കഴിഞ്ഞാൽ ഉടൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 7-8 ഫ്രഷ് ആയിട്ടുള്ള നല്ല ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റിലുള്ള ബ്രൗൺ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്കിത് ഒരു റോളർ വെച്ച് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് പരന്ന് കിട്ടണം. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ പരന്ന് കിട്ടുള്ളൂ. അതല്ല നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുന്ന സമയത്ത് അതങ്ങ് പൊടിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്രെഡ് ഒരു 2 മിനിറ്റ് ആവിച്ചെമ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ആവിയേറ്റണം. എന്നിട്ട് നമുക്കിത് ഉടൻ തന്നെ ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ 2 മിനിറ്റ് മാത്രം ഒന്ന് ആവിച്ചെമ്പിൽ വെച്ചിരുന്നാൽ മതിയാവും. അതൊരു ടിപ്പായിട്ട് നിങ്ങളൊന്ന് വെച്ചേക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ചെറിയ ചെറിയ റോളാക്കി മാറ്റിയിട്ട് ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതൊന്ന് സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂടി നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് റോൾ ചെയ്ത് സെറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും വേഗം ഒന്ന് ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ ഇത്രയും റോൾസാണ് കേട്ടോ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തും കൂടി ഇതെടുക്കണം. ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരല്പം നെയ്യൊന്ന് പാനിലേക്ക് ചേർക്കുകയാണ്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ നമുക്ക് ചേർക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഈ ഓരോ റോളും ഇതിലേക്ക് വെക്കാവുന്നതാണ്.
ഒരു സൈഡ് ഒന്ന് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഇത് എടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാ ബ്രെഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സും കൂടി ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചൂടോട് കൂടിയിട്ടും കഴിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.